വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ ശാലിനി കിടക്കുന്നത് നോക്കിയിട്ട് അർജുനല്ല ശിവനാണെങ്കിൽ ഇങ്ങനെ കുട്ടികളുടെ അടുത്തേക്ക് തിരികെ വരുന്നുണ്ട്. അന്നേരം കുട്ടികളിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് ശിവന് മനസ്സിലാവുകയാണ്. അന്നേരം നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞങ്ങളിപ്പോൾ ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ അടുക്കളയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഇനി ഉണ്ടാക്കുന്നതാണോ എന്താണെന്ന് കാണിക്കുന്നില്ല. പിന്നെ ഇപ്പം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് നിന്ന് ഒരു പാത്രത്തിൽ ഇങ്ങനെ കഴിച്ച് 2 പേർക്കുള്ള പാലോ ജ്യൂസോ എന്താണ് പിന്നെ കഴിക്കാനുള്ള എന്തോ ഉണ്ട്. എന്നിട്ട് ശിവനിങ്ങനെ അതിനെ ഒറ്റ കയ്യിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതേ കൊണ്ടുവന്നു ടണ്ടട എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ മുമ്പ് കൊണ്ടുവന്ന് ഇങ്ങനെ വട്ടം കറക്കുകയാണ്. അന്നേരം ഇത് കാണുമ്പോൾ ഈ സത്യയ്ക്കും പപ്പിക്കും ആകെപ്പാടെ അങ്ങ് സന്തോഷമാകുന്നുണ്ട്. അമ്മ കിടക്കുകയാണെങ്കിൽ തങ്ങൾക്കുള്ള ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ള രീതിക്ക് കുട്ടികളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം അവിടെ ശാലിനി എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം ശിവന് അങ്ങോട്ടത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, തലവേദന ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ചെറിയൊരു പനി ഉണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ ശാലിനി അങ്ങ് വേറെന്തോ ശ്രദ്ധിച്ചങ്ങ് പറയുകയാണ്. പക്ഷേ ആ ഒരു ടൈമിൽ പെട്ടെന്ന് ശിവനാണെങ്കിൽ ഇങ്ങനെ കൈയെടുത്ത് പനിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ശിവനെ തന്നെ നോക്കുന്നുണ്ട്. പക്ഷേ ശിവൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തതാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ ശിവനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ഒരു ടൈമിലാണ് നേരത്തെ ആ ഹൃദയത്തിൻ്റെ ആ ഒരു ഹൃദയമിടിപ്പും ഒക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണിക്കുന്നത്. രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഈ ഒരു 2 സീനാണ് ഇങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഇനി കുട്ടികളെങ്ങാനും വരുമ്പോൾ അതങ്ങ് മാറുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ശാലിനി പക്ഷേ പിന്നീട് ചിന്തിക്കുകയായിരിക്കും എന്തുകൊണ്ടാണ് ശിവനിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു സ്പാർക്ക് എന്ന പോലെ തോന്നുന്നത് എന്തോ ആണ് എന്നുള്ളത് ചിലപ്പോൾ ശ്രദ്ധിക്കുമായിരിക്കും. നേരത്തെ അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ശിവൻ്റെ ഹാർട്ട് മാറ്റി വെച്ചതാണെന്ന് പറയുമ്പോൾ ശാലിനിക്കൊരു സംശയം അവിടെ തോന്നുന്നുണ്ട്, വിഷ്ണുവേട്ടൻ്റെ ഹാർട്ടാണോ എന്നുള്ളത്. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചൊന്നും കാണിച്ചിട്ടില്ല. അതുപോലെ ഇനി എന്താവും എന്നുള്ളതാണ്. പിന്നീട് അവിടെ ജോണാണെങ്കിൽ ആ പൈസയായിട്ട് പോയിട്ടുണ്ടല്ലോ, അതിനി എങ്ങനെ അത് പ്രാക്ടിക്കലാകും എന്നുള്ളതാണ്. അതിന് ആരെങ്കിലും കണ്ടുപിടിക്കുമോ അതോ ഇനി ശാലിനിയുടെ ജോലിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ശാരിക അവിടെ ഗാർഗിയുടെ അരുണയുടെ വീട്ടിലായിരിക്കും മിക്കവാറും കൊണ്ടാക്കാനായിട്ട് പോകുന്ന കുഞ്ഞിനെ നോക്കാനായിട്ട്. പക്ഷേ ശാരികയ്ക്ക് മനസ്സിലാവില്ല സ്വന്തം കുഞ്ഞാണെന്നുള്ളത്. പിന്നീട് അവിടെ ശാലിനിയോ ആരെങ്കിലും വന്നാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അതൊക്കെ കാണാം.